കടലാഴങ്ങളിൽ അത്ഭുതങ്ങളെന്ന പോലെ അപകടവും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. തീരത്ത് തിരയിൽ കാല് നനയ്ക്കുന്നത് പോലെയല്ല കടലിൽ ഇറങ്ങുന്നത്. അതിന് അസാമാന്യ ധൈര്യവും മനക്കരുത്തും കായികശേഷിയും വേണം. കടൽ നീന്തിക്കടക്കാനാണെങ്കിലോ ഇപ്പറഞ്ഞ ഗുണഗണങ്ങൾ കടലോളം വേണം. രണ്ടുപേർ ദമ്പതികളാണ്. ഫ്രഞ്ചുകാരായ മച്ചു വിറ്റോയിറ്റും ഭാര്യ ക്ലോവിയ ലീഗർ വിറ്റോയിറ്റും അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടക്കാൻ തയ്യാറെടുക്കുകയാണ്. മെഡിറ്ററേനിയൻ കടലിൽ ഇരുവരും തകൃതിയായ പരിശീലനത്തിലാണ്. ഈ വേനൽക്കാലം ശരിക്കും ഉപയോഗപ്പെടുത്തി. ദിവസവും 3 മുതൽ 4 മണിക്കൂർ വരെ നീന്തുന്നുണ്ട്. പരിശീലന സമയത്ത് 4 അംഗ സംഘം ബോട്ടിൽ അനുഗമിക്കും. ഇതിലൊരാൾ നഴ്സാണ്. അടിയന്തര മെഡിക്കൽ സഹായത്തിന് ഉപകരിക്കും. 2 വർഷം മുമ്പാണ് പരിശീലനം തുടങ്ങിയത്. പല ഘട്ടങ്ങളിലൂടെ കടന്ന് പരിക്കിനെ അതിജീവിക്കാനുള്ള പരിശീലനമാണ് ഇപ്പോൾ നടക്കുന്നത്. വിറ്റോയിറ്റ് ദമ്പതികൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 3 മാസത്തെ റിലേ നീന്തലിനാണ് പദ്ധതിയിടുന്നത്. ഈ വർഷം നവംബർ 1 നീന്തി തുടങ്ങും. ആഫ്രിക്കൻ തീരമായ കേപ്പ് വേഡെ ദ്വീപിൽ നിന്ന് ആരംഭിച്ച് ഫ്രഞ്ച് കരീബിയൻ ദ്വീപായ ഗാഡിലൂപ്പിലൂടെ യാത്ര അവസാനിപ്പിക്കും. ചില്ലറ ദൂരമല്ല ഇത്. 2360 മൈൽ, അതായത് 3800 കിലോമീറ്റർ ദൂരം. ലക്ഷ്യത്തിലെത്താൻ മാസങ്ങളെടുക്കും. ആ സമയം വെള്ളത്തിന്റെ താപനില ഏകദേശം 23 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇതൊരു കടന്ന കൈയാണെന്നറിയാം. അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അറ്റ്ലാന്റിക് നീന്തിക്കടക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലീഗിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കടലിൽ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അവർക്ക്. അതിനാൽ ആവശ്യമായ മുൻകരുതലുകൾ എടുത്താണ് നീറ്റിലിറങ്ങുന്നത്. ഇതാദ്യമായല്ല വിറ്റോയിറ്റ് ദമ്പതികളുടെ കടലിറക്കം. 2019 ആദ്യ ഉദ്യമം. സ്ട്രെയ്റ്റ് ഓഫ് ഗിബ്രാൾട്ടർ മുതൽ മൊറോക്കോ വരെ അന്ന് നീന്തി. 2021 സിനെ നദിയിൽ നീന്താനിറങ്ങി. പാരീസിൽ തുടങ്ങി ജുവലയിൽ അവസാനിപ്പിച്ചു. 2 വർഷത്തിന് ശേഷം 2023 വീണ്ടും വലിയൊരു നീന്തൽ. മാർസിയേലിൽ ആരംഭിച്ച് ബാഴ്സലോണയിൽ നീന്തിക്കയറി. ഇതൊക്കെ നൽകിയ ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് അടുത്ത നീന്തൽ. വെറുതെ അങ്ങ് നീന്തി റെക്കോർഡിടാനല്ല പദ്ധതി. പണവും പ്രശസ്തിയും ആഗ്രഹിച്ചിട്ടുമില്ല. കടൽ മലിനമാകാതെ സംരക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. സമുദ്ര സംരക്ഷണത്തിന്റെ ആവശ്യകത വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനായി 63,000 കുട്ടികൾക്ക് പുസ്തകങ്ങളടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. ആഴ്ചയിൽ ഒരു ദിവസം സമുദ്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംഘടിപ്പിക്കുന്നുമുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനും പ്രഭാഷകനും അത്ലറ്റുമാണ് 31-കാരനായ മച്ചു വിറ്റോയിറ്റ്. ഭാര്യ ക്ലോവിയുമായി ചേർന്ന് ക്ലൈമറ്റ് വർക്കൌട്ട് എന്ന പേരിൽ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. MC ന്യൂസ്, കാനഡ. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.